ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്ന് പറയുന്നത് കടച്ചക്ക ഫ്രൈ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യം വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി. പിന്നെ ഇത് രണ്ടും കൂടി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെക്കുക. നെക്സ്റ്റ് ഒരു ബൗളെടുത്ത് അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടി എടുത്താൽ മതി. ഇവിടെ ഞാനൊരു ഏകദേശം 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായി അതൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. ഇനി അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് വേണ്ടുന്ന കുറച്ച് ഉള്ളി, കറിവേപ്പില, വെളുത്തുള്ളി അതും കൂടി എടുത്ത് വെക്കാം. നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള കടച്ചക്ക എടുക്കുക. അതിനുശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് കനം കുറച്ച് അരിഞ്ഞു വെക്കുക. കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കടച്ചക്ക നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ട് തയ്യാറാക്കി വെച്ച കൂട്ടിലേക്ക് ഇടുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കുക. നെക്സ്റ്റ് ഒരു ദോശക്കല്ല് വെച്ചു. ദോശക്കല്ല് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള കടച്ചക്ക ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം വെന്തെന്ന് തോന്നുന്ന സമയത്ത് നമുക്കത് മറിച്ചിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി രണ്ട് ഭാഗവും നന്നായി പാകമായി തോന്നുന്ന സമയത്ത് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഉള്ളി, കറിവേപ്പില ചതച്ചത് ജസ്റ്റ് അതിന് മുകളിൽ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. സോ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ കടച്ചക്ക ഫ്രൈ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാം.